നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 9 ദിവസത്തെ കാത്തിരിപ്പ് ക്ഷമയോടെയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് വരുന്നതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളം ഒഴിഞ്ഞു നിന്നു. മെയ് 27-നായിരുന്നു ED സംഘം പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത്. ED സംഘം ആക്രമിക്കപ്പെടുന്നു. CPM-കാർ അവരെ കൂവി ഓടിക്കുന്നു. ED-യുടെ ഈഗോ വല്ലാതെ കയറി ചൊറിഞ്ഞു പിണറായി, അങ്ങനെ വേണം പറയാൻ. റെയ്ഡിന് വന്ന് തല്ലും കൊണ്ടുപോയ ED വല്ലാതെ നാണം കെട്ടിരുന്നു. കൊച്ചി സംഘത്തിന്റെ അടുത്ത നീക്കം നോട്ടീസ് അയച്ച് വീണയെ വിളിപ്പിച്ച് കസ്റ്റഡിയിൽ എടുക്കുക എന്നതായിരുന്നു. എന്നാൽ ഡൽഹിയിൽ നിന്ന് വന്ന നിർദ്ദേശം ഉടനെ ചോദ്യം ചെയ്യലിന് സമൻസ് അയക്കേണ്ട എന്നതായിരുന്നു. അതിന്റെ പ്രധാന കാരണം CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയായിരുന്നു. ഹർജിയിൽ വിധി വന്നതിന് ശേഷം മതി വീണയുടെ ചോദ്യം ചെയ്യലെന്ന്. വിധി അനുകൂലമാകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി അറിയാമായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെ ED സംഘത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ വീണയ്ക്ക് നോട്ടീസ് നൽകും, ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തും. തുടർന്ന് അറസ്റ്റ് എന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക. കൊച്ചിയിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെയാണ് നിർണായക ചില നീക്കങ്ങളിലേക്ക് ED സംഘം കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം മതി വീണയുടെ ഇനിയുള്ള ചോദ്യം ചെയ്യലെന്ന് ഡൽഹിയിലെ ED സംഘം തീരുമാനിക്കാൻ കാരണമുണ്ടായിരുന്നു. വീണയുടെ ചോദ്യം ചെയ്യൽ CPM രാഷ്ട്രീയ ആയുധമാക്കിയതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന തരത്തിൽ ഇത് വ്യാഖ്യാനിച്ച് CPM പ്രവർത്തകരെ ഇറക്കി പിണറായി കൈവിട്ട കളി കളിച്ചത് EDക്ക് വലിയ തടസ്സമുണ്ടാക്കിയിരുന്നു. ആ റെയ്ഡിന് ശേഷം വീണയെ ഉടനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് വരുത്തിയിരുന്നുവെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമായിരുന്നു. പ്രവർത്തകരെ നേരിടാൻ, അതായത് CPM പ്രവർത്തകർ വീണ്ടും ബഹളങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങുമായിരുന്നു. ഇത് EDക്ക് ഇതിനെ നേരിടാൻ മറ്റു പോംവഴികൾ ഇല്ലാതെ വരുമ്പോൾ കേന്ദ്രസേനയെ ഇറക്കേണ്ടി വരുമായിരുന്നു. അതൊരു വെടിവെപ്പിലോ കൂടുതൽ ആക്രമണത്തിലേക്കോ മറ്റോ പോയിരുന്നുവെങ്കിൽ CPM അടുത്ത കാർഡ് ഇറക്കുക അത് ഇരവാദമായിരിക്കും. ഇരവാദം മുഴക്കി അവർ കളം നിറയും. തങ്ങളെ വേട്ടയാടുന്നു, പാർട്ടിയെ വേട്ടയാടുന്നു എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ റെയ്ഡിന്റെ പിന്നിലെ കാരണം എന്തായിരുന്നു? വീണയെ ചോദ്യം ചെയ്യലായിരുന്നു. പക്ഷെ അന്ന് പിണറായി വിജയൻ അത് തനിക്കെതിരെയുള്ള വേട്ടയാടലാക്കി മാറ്റിയാണ് പ്രവർത്തകരെ പ്രതിഷേധത്തിനും വലിയ ലഹളയ്ക്കും ഇറക്കി വിട്ടത്. അതുകൊണ്ട് തന്നെയാണ് വീണയെ ഉടനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കേണ്ട എന്ന് പിന്നീട് ED സംഘം തീരുമാനിക്കുന്നത്. ഇത്തരം അപകടം മുന്നിൽ കണ്ടായിരുന്നു ED സംയമനം പാലിച്ചത്. പക്ഷെ അവർ കേരളത്തിൽ തന്നെ നിലയുറപ്പിച്ചു. കൊച്ചിയിൽ നിന്നുള്ള ED സംഘം വീണയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വീണയുടെ ഓരോ ചലനങ്ങളും അവർ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു 9 ദിവസം വീണയ്ക്ക് മുന്നിൽ വീണ് കിട്ടുകയായിരുന്നു. ഈ 9 ദിവസം വീണയുടെ നീക്കങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം. ഇതുകൂടാതെ വീണയുടെ ഒരു ഫോൺ ED സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ലോക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫോറൻസിക്കിന് പോലും കഴിയുന്നില്ല. കാരണം മണിച്ചിത്ര പൂട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തോ ഭയക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ എത്ര വലിയ ലോക്കൊക്കെ ഇട്ടിരിക്കുന്നത്. ആ ലോക്ക് പൊട്ടിക്കുന്ന നീക്കത്തിലേക്ക് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കണം. ED സംഘം അതിനും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വീണയെ മുന്നിലിരുത്തിക്കൊണ്ടായിരിക്കും ആ ഫോൺ പൊട്ടിക്കുക, ആ ലോക്ക് പൊട്ടിക്കുക. അതിനുവേണ്ടിയൊക്കെ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ED സംഘം. എന്തായാലും ഇത്രത്തോളം ക്ഷമ കാണിച്ച് സംയമനം പാലിച്ചിരുന്നത് വെറുതെ ആയില്ല. കോടതിയിൽ നിന്ന് ഗോൾഡൻ ചാൻസ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്നത്. അതായത് കോടതിയുടെ ഉത്തരവോടെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാം. അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല. സ്വതന്ത്രമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടത്താം. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാം. തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് നടപടിയിലേക്കും കടക്കാം. അതായത് EDയുടെ കൈകൾ കെട്ടിയിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. EDക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് CPM-നെയാണ് കുടുക്കിയിരിക്കുന്നത്. കേസിൽ ചില സംശയങ്ങൾ തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് പച്ചക്കൊടി കാട്ടിയത് എന്നുള്ള ചർച്ച ഇപ്പോൾ പരന്നു കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാകുന്നതും ഇത് തന്നെയാണ്. ED കാത്തിരുന്നത് അത്ര വെറുതെ ഒന്നുമല്ല. CPM നേതാക്കളും വ്യക്തമാക്കുന്നത് പ്രവർത്തകർ ഇനി തെരുവിലിറങ്ങി പോകരുതെന്നാണ് വീണയ്ക്ക് വേണ്ടി. അങ്ങനെ പിണറായി വിജയന്റെ കണക്കുകൂട്ടൽ അടപടലം പിഴച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു അടി പിണറായി വിജയൻ പ്രതീക്ഷിച്ചില്ല.
കർത്തയെയും സംഘത്തെയും ഹൈക്കോടതിയിലേക്ക് വിട്ടതിന് ഉൾപ്പെടെ അതിന്റെ പിന്നിലെല്ലാം പിണറായി വിജയന്റെ കരങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതായത് മകളെ രക്ഷിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ പിണറായി വിജയൻ എന്ന അച്ഛൻ തയ്യാറാണ്. അതിനുവേണ്ടി ആരെയും ബലിയാടാക്കും പിണറായി. പക്ഷേ അങ്ങനെ ആരെയും പിണറായി ബലിയാടാക്കാതെ ഒരു നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് വീണയെ പൂട്ടാനുള്ള ഒരു നീക്കത്തിന് വേണ്ടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാത്തിരിപ്പ്. അടിയും തന്ന് തുണിയും പറിച്ച് വിടും എന്നൊക്കെ ആയിരുന്നല്ലോ ED സംഘത്തെ അന്ന് വിരട്ടിക്കൊണ്ട് CPM പ്രവർത്തകർ വിളിച്ചു കൂവിയത്. അപ്പോഴൊക്കെ പിണറായി വിജയന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു, എന്തോ താനങ്ങ് ജയിച്ച പോലത്തെ ഒരു ചിരി. മകളെ തൊടാൻ വന്നാൽ പാർട്ടിക്കാർ ഇറങ്ങുമെന്ന ഒരു അഹങ്കാരം പിണറായിയിൽ ഉണ്ടായിരുന്നു. നമ്മളന്ന് കണ്ടതാണ്. റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഷ്ടി ചുരുട്ടി തന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് നിൽക്കുന്ന പിണറായി വിജയന്റെ ആ ചിത്രം. അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ പിണറായി വിജയൻ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന വീട്ടുമുറ്റത്ത് പ്രവർത്തകരും മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ചിത്രം വലിയ BGM ഒക്കെ ഇട്ട് വൈറലാക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും ഈ CPM പ്രവർത്തകർ പൊട്ടന്മാർ അറിഞ്ഞില്ല വീണ വിജയന് വേണ്ടിയാണ് തങ്ങൾ കേസും പുക്കാറുമായിട്ട് ജയിലിൽ കിടക്കുന്നതെന്ന്. 25 CPM പ്രവർത്തകരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്റെ പേരിൽ അകത്ത് കിടക്കുന്നത്. ജാമ്യം പോലും കിട്ടില്ല. അവരുടെ കാര്യം കട്ടപ്പുകയാണ്. കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെ കേരള പോലീസ് വേറെ കേസെടുത്തിട്ടുണ്ട്. അവന്മാരുടെ കാര്യത്തിലും തീരുമാനമായി. കാരണം ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും അവരുടെ വാഹനവും ആക്രമിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കിയ കേരള പോലീസിനെയും ആക്രമിച്ചു. അങ്ങനെ കേസിന്റെ മേലെ കേസുമായിട്ടാണ് ആ പൊട്ടന്മാർ ഇനി കുടുങ്ങാൻ പോകുന്നത്. 200ഓളം പേർക്കെതിരെ കേസെടുക്കുമെന്നാണ് ED കട്ടായം കടുപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരൊക്കെയാണോ അവരെ എല്ലാവരെയും തൂക്കി അകത്തിടണമെന്ന്. നേതാക്കന്മാരായാലും തൂക്കി അകത്തിട്ടേക്കാൻ. പാർട്ടി ആഫീസിൽ നിന്ന് വലിച്ചിറക്കണമെങ്കിൽ അവിടെ നിന്ന് വലിച്ചിറക്കി കേസെടുത്തിരിക്കണമെന്നാണ് EDയുടെ മുകളിൽ നിന്നുള്ള ഉത്തരവ്. അത് സംസ്ഥാന സർക്കാരിന് പാലിച്ചേ മതിയാകൂ. കാരണം അന്ന് ED സംഘത്തെ ആക്രമിച്ചതിന് ശേഷം നിമിഷങ്ങൾക്കകമായിരുന്നു കേരള പോലീസ് ഈ പറയുന്ന അക്രമികളെ പാർട്ടി ആഫീസിൽ നിന്ന് തൂക്കിയത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല, പ്രതികളെയും കൊണ്ടല്ലാതെ ഇവിടെ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടേക്ക് മാറില്ല എന്ന് പോലീസ് കടുപ്പിച്ചതോടെയാണ്, 2 IPS ഉദ്യോഗസ്ഥർ കടുപ്പിച്ചതോടെയാണ് അപകടം മണത്ത് പ്രതികളെ വിട്ടുകൊടുക്കാൻ CPMന്റെ നേതാക്കന്മാർ പോലും തയ്യാറായത്. അതുപോലെ ഇനി നേതാക്കന്മാരെ പിടിക്കണമെങ്കിൽ അതിന് നിൽക്കും. കാരണം അങ്ങ് കേരള പോലീസിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കേസിൽ വെള്ളം ചേർക്കാനോ പ്രതികളെ രക്ഷിച്ചെടുക്കാനോ പോലീസിന് പോലും കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. EDയെ കയറി തോണ്ടി കടി മേടിച്ച അവസ്ഥയിലാണ് പിണറായി ഇപ്പോൾ. പ്രവർത്തകരെ ഇറക്കി ബലാബലം കാണിക്കാൻ നിന്നത് മകൾക്കാണ് പണിയായിരിക്കുന്നത്. ED ഈ കേസിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുന്നു എന്ന CPM വാദം ED തന്നെ പൊളിച്ചെടുക്കും. സേവനം നൽകാതെ വീണയ്ക്ക് എന്തിന് ഇത്രയും കാശ് കർത്ത നൽകി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം അത് കിട്ടണമെങ്കിൽ വീണ വിജയൻ വാ തുറക്കണം. എന്നാൽ ചോദ്യം ചെയ്യലിനോട് അധികമൊന്നും പിടിച്ചു നിൽക്കാൻ വീണയ്ക്ക് കഴിയില്ല. പിണറായി വിജയന്റെ മകളാണെങ്കിലും പിണറായിയുടെ അത്ര കൂർമ്മ ബുദ്ധിയൊന്നും മകൾക്കില്ല. ഈ കേസിൽ കർത്തയ്ക്ക് സേവനം കിട്ടിയിട്ടില്ല എന്നാരാണ് പറഞ്ഞത്? പക്ഷെ സേവനം കൊടുത്തത് വീണ വിജയനല്ല, പിണറായി വിജയനാണ്. കരിമണൽ ഖനനത്തിന് 4 വർഷത്തോളമാണ് ചട്ടം മറികടന്ന് കർത്തയ്ക്ക് വേണ്ടി പിണറായി കുട പിടിച്ചു കൊടുത്തത്. അതിന്റെ കാശാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. അതായത് മകളെ മുന്നിൽ നിർത്തി അഴിമതി നടത്തിയതും മാസപ്പടി വാങ്ങിയതും പിണറായി വിജയനാണെന്നാണ് അടക്കം പറച്ചിൽ. ഈ അടക്കം പറച്ചിൽ എവിടെ നിന്നാണെന്നല്ലേ? അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ അടക്കം പറച്ചിൽ പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി വിധിയോടെ വീണയ്ക്ക് സമൻസ് വരുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതുവരെ മാസപ്പടി കേസ് ചർച്ചയാകുമ്പോഴും ED അതിന്റെ അന്വേഷണവുമായിട്ടും SFIO അന്വേഷണവുമായിട്ടൊക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു, നമ്മൾ ഇത് കുറെ കണ്ടതാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ ഡീൽ ഉണ്ടാക്കി മകളെ രക്ഷിച്ചെടുക്കും എന്ന്. നമുക്കും ആ ഒരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോടതി കൂടി ഇടപെടുമ്പോൾ ഇതിൽ കൃത്യമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടത്തിയേ മതിയാകൂ. മാത്രമല്ല ഇവിടെ പിണറായി വിജയനും മോദിയും ഒക്കെ ആയിട്ട് ഒരു ഡീൽ ഉണ്ട് എന്നുള്ള ഒരു വാദമുണ്ട്, ഒരു വിവാദം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മുൻപോട്ട് പോയേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മതിയാകൂ, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ കളിയാണ് എന്നുള്ളത് വരും. സത്യസന്ധമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായും വീണയുടെ കയ്യിൽ വിലങ്ങ് വീഴും. വീണയിൽ നിന്ന് പിണറായിയിലേക്ക് എത്തുകയും ചെയ്യും.
എന്തായാലും വീണയെ ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ നിയമ വിദഗ്ധർ പ്രതികരിക്കുന്നുണ്ട്. സേവനങ്ങൾ നൽകാതെയാണ് CMRL കമ്പനി വീണ തായ്ക്കണ്ടിയിലിന്റെ എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയത് എന്ന വാദത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ വീണയെ വിളിപ്പിക്കും. അതായത് ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകർ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഇതോടെ ED അന്വേഷണത്തിന്റെ വേഗത വർദ്ധിച്ചിരിക്കുകയാണ്. സേവനങ്ങൾ നൽകാതെയാണ് വീണ വിജയന്റെ കമ്പനി പണം വാങ്ങിയതെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലുള്ള സാഹചര്യത്തിൽ ആ പണമിടപാടിനെ കുറിച്ചാണ് ED അന്വേഷിക്കുക. പണം നൽകിയവരും വാങ്ങിയവരും തമ്മിലുള്ള ഇടപാടിന്റെ കൃത്യത പരിശോധിക്കാൻ EDക്ക് സാധിക്കും. കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED കേസ് അന്വേഷിക്കുന്നത് എന്നതിനാൽ പണത്തിന്റെ ഉറവിടവും അതെന്തിനാണ് നൽകിയതെന്നും വ്യക്തമാക്കേണ്ടതും പണം വാങ്ങിയ ആളുടെയും നൽകിയ ആളുടെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വീണയ്ക്ക് വാ തുറന്നേ മതിയാകൂ. അതായത് മൊഴിയെടുപ്പ് തന്നെയാണ് അടുത്ത ഘട്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കെ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള ED നീക്കം CPMനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന സ്ഥിരം രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ ഇനി കഴിയില്ല. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ED അന്വേഷണത്തിന് കൃത്യമായ നിയമസാധുത നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം SIT നടത്തിയപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല, CPM പ്രവർത്തകർ തൂങ്ങും, CPM പ്രവർത്തകരിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ CPM പ്രവർത്തകർ അടപടലം വീഴുന്നത്, നേതാക്കന്മാർ അടപടലം വീഴുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയതുകൊണ്ട് അതിനെ എതിർക്കാനോ ഇത് ഗൂഢാലോചനയാണെന്ന് പറയാൻ പോലും അന്ന് സർക്കാരായിരുന്ന പിണറായി സർക്കാരിന് കഴിയുമായിരുന്നില്ല. അന്നത്തെ ഹൈക്കോടതി അന്വേഷണത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക എന്നത് മാത്രമായിരുന്നു അവർക്ക് കഴിയുമായിരുന്നത്. ഇതും അത് തന്നെയാണ്. ഇതുവരെ വേട്ടയാടലാണ് എന്ന് പറഞ്ഞവർക്ക് ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവോടെ ED എത്തുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല, അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയാണ്. ഇതാണ് CPMനെ വലയ്ക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. കേന്ദ്ര ഏജൻസിക്ക് ആശ്വാസമാണ്. വീണയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും ED ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. അതിനുള്ള ഗപ്പ് വേറെ കിട്ടുമെന്ന്. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ED കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതോടെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറും. പിണറായിയുടെ മകൾ അറസ്റ്റിലായാലോ അത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും. പിണറായി വിജയൻ അതോടെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. പാർട്ടിക്കാർ ബഹളം വെച്ചാൽ MLA സ്ഥാനം വരെ രാജിവെക്കേണ്ടി വരും. പിണറായി വിജയന് 82 വയസ്സാണ്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പകുതി മുക്കാൽ കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ തോറ്റാണ് ഇറങ്ങുന്നത്. ഇനി മുന്നോട്ട് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്നൊന്നും പിണറായി വിജയന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏകദേശം അവസാനിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു അവസാന കാലഘട്ടമാണ്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. വിശ്രമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പിണറായി വിജയൻ പൂർണ്ണമായും തോറ്റാണ് പടിയിറങ്ങുന്നത് എന്ന് പറയുന്നത്. ഒന്ന്, പാർട്ടിയെ തോൽപ്പിച്ചു. ഏകാധിപത്യവും അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ച് പാർട്ടിക്കാരെ വെറുപ്പിച്ചു, ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ചു. തിരിച്ചു കിട്ടിയതോ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി. അവിടെ തോറ്റാണ് പിണറായി ഇറങ്ങുന്നത്. മറ്റൊന്ന് മകളുടെ കാര്യം, EDയുടെ കേസ്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ഡീല് വെക്കേണ്ടി വരും. എന്ത് ഡീല് വെക്കേണ്ടി വരും? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിണറായി മൊത്തത്തിൽ തോറ്റാണ് ഇറങ്ങുന്നത്. ഇത്രയും വലിയ ഒരു തിരിച്ചടിയാണ് പിണറായിയെ കാത്തിരുന്നത്. ഒരുപാട് പേരെ ചവിട്ടി മെതിച്ചാണല്ലോ ഈ അധികാര കസേരകളിലേക്കൊക്കെ കയറിയത്. സഹായിച്ച പലരെ, അതായത് പിണറായി വിജയൻ ഉയർന്നു വരാൻ ആരൊക്കെയാണോ സഹായിച്ചത് അവരെയൊക്കെ ചവിട്ടി താഴ്ത്തിയ ഒരു നിലപാടായിരുന്നു പിണറായിക്ക് ഉണ്ടായിരുന്നത്. അതിനെല്ലാത്തിനും ഇപ്പോൾ കണക്ക് പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.